ആദ്യം തന്നെ നമ്മളൊരു ആനപ്പൊങ്കൽ ഉത്സവത്തിന്റെ വിശേഷത്തിലേക്കാണ് പോകുന്നത്. വർഷം തോറും നടക്കാറുള്ള പൊങ്കൽ ആഘോഷങ്ങളുടെ ഭാഗമായാണ് ആനമലൈ കടുവാ സങ്കേതത്തിനോട് ചേർന്ന് കിടക്കുന്ന കോഴിക്കാമുത്തി ആനക്യാമ്പിൽ ആനപ്പൊങ്കൽ ആഘോഷിച്ചത്. മൺപാത്രത്തിൽ തയ്യാറാക്കുന്ന പരമ്പരാഗത ഭക്ഷണത്തിന്റെ കൂടെ ആനകളുടെ പ്രിയപ്പെട്ട ആഹാരമായ കരിമ്പും വാഴപ്പഴവും ഒക്കെ ഉൾക്കൊള്ളിച്ചാണ് ഈ ആനപ്പൊങ്കൽ പ്രദേശവാസികളൊക്കെ ആഘോഷമാക്കുന്നത്. നമുക്ക് ആ കാഴ്ചകൾ കാണാം. പൊങ്കൽ ആഘോഷങ്ങളുടെ സമാപന ദിനമായ കാണം പൊങ്കൽ ദിനത്തിലാണ് കേരള തമിഴ്നാട് അതിർത്തിയിലെ ആളിയാർ റിസർവ് വനത്തിനോട് സമീപത്തുള്ള കോഴിക്കാമുത്തി ഗ്രാമത്തിൽ ആനപ്പൊങ്കൽ ഉത്സവം നടക്കുന്നത്. മാട്ടുപ്പൊങ്കൽ ദിനത്തിൽ കാളകൾക്കാണ് പ്രാധാന്യമെങ്കിൽ ആനപ്പൊങ്കലിനെ ക്യാമ്പിലെ ആനകൾക്ക് ഊട്ട് നടത്തുന്നതാണ് ഇവിടുത്തെ ആദിവാസികളുടെ രീതി. കുളിപ്പിച്ചൊരുക്കിയ ആനകളെ ഹാരാർപ്പണം നടത്തിയാണ് പ്രദേശത്തെ ആദിവാസികൾ സ്വീകരിക്കുക. തുടർന്ന് സൂര്യന് സമർപ്പിക്കുന്ന പൊങ്കൽ കലത്തിൽ നിന്നുള്ള ഭക്ഷണം ആനകൾക്ക് നൽകും. ഇതിനു പുറമെ കരിമ്പും വാഴപ്പഴവും തുടങ്ങി ആനകൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമെല്ലാം ഒരുക്കുന്നതാണ് പ്രദേശവാസികളുടെ രീതി. നിലവിൽ 26 ആനകളാണ് കോഴിക്കാമുത്തി ആനക്യാമ്പിലുള്ളത്. വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചടങ്ങിനെ എല്ലാ വർഷവും പ്രദേശവാസികൾ ആചാരപൂർവ്വം പങ്കെടുക്കുന്നുവെന്നതാണ് ആനപ്പൊങ്കൽ ഉത്സവത്തിന്റെ പ്രത്യേകത. മാതൃഭൂമി ന്യൂസ്, ചെന്നൈ. വിനയ് ഉണ്ണിയാണ് നമുക്കിപ്പം ഉള്ളത്. വിനയ്, ഗുഡ് മോർണിംഗ്. ഞാൻ പൊങ്കൽ ഉത്സവത്തിന്റെ വീഡിയോസൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. തമിഴ്നാട്ടിലെ പൊങ്കൽ ഉത്സവം അത് ഭയങ്കര ഫേമസ് ആണല്ലോ. മാത്രമല്ല എപ്പോഴും റീൽസും കാര്യങ്ങളും ഒക്കെ കാണാറുണ്ട് പൊങ്കലുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന ആഘോഷങ്ങൾ. പക്ഷേ ഈ ആനപ്പൊങ്കൽ ആദ്യമായിട്ട് കാണുകയാണ്, അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആദ്യമായിട്ട് അറിയുകയാണ് ഈ റിപ്പോർട്ടിലൂടെ. അപ്പോൾ എന്തൊക്കെയാണ് വിനയ് ആനപ്പൊങ്കൽ വിശേഷങ്ങൾ? സേതു, ഗുഡ് മോർണിംഗ്. ഈ കോഴിക്കാമുത്തി ആന ക്യാമ്പ് എന്ന് പറയുന്നത് കേരള അതിർത്തിയോട് ചേർന്ന് കിടക്കുന്നു. കേരള അതിർത്തിയിൽ നിന്ന് ഒരു വെളിപ്പാട് അകലേക്ക് കിടക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ തമിഴ്നാട്ടിലെ കോഴിക്കാമുത്തി ആന ക്യാമ്പ്. ആളിയാർ റിസർവ് വനത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ഇവിടുത്തെ ആദിവാസികൾ പരമ്പരാഗതമായി ഈ പൊങ്കൽ ദിവസങ്ങളിൽ, പൊങ്കലിന്റെ അവസാന ദിവസമായ കാണം പൊങ്കൽ ദിനത്തിലാണ് ആനപ്പൊങ്കൽ ആഘോഷിക്കുന്നത്. ആനപ്പൊങ്കൽ അത്രയും തമിഴ്നാട്ടിൽ അറിയപ്പെടുന്നില്ല. കാരണം ചെറിയ ഒരു ഗ്രാമത്തിൽ അവർ ആഘോഷിക്കുന്ന ഒരു ചെറിയൊരു ഉത്സവമാണ്. ഈ ആനപ്പൊങ്കൽ ദിനത്തിൽ, നേരത്തെ മാട്ടുപ്പൊങ്കൽ ദിനത്തിൽ നമ്മൾ ഈ കാളകൾക്കൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ ജല്ലിക്കെട്ടൊക്കെ നടത്തി അങ്ങനെ പരിചയിച്ചിട്ടുണ്ട്. പക്ഷേ ആനപ്പൊങ്കൽ ദിനത്തിൽ ആ പ്രദേശത്തെ കാട്ടിലുള്ള ആനകൾക്കാണ് പ്രാധാന്യം. പരമ്പരാഗതമായ ആദിവാസികൾ അവിടെ ജീവിക്കുമ്പോൾ ആനകളൊക്കെ അവരെ ആരാധിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ അവർക്ക് നല്ല ഭക്ഷണമൊക്കെ നൽകുന്ന ഒരു ചടങ്ങാണ്. പിന്നീട് കോഴിക്കാമുത്തി ആനക്യാമ്പായി തമിഴ്നാട് വനം വകുപ്പൊക്കെ ഏറ്റെടുത്തപ്പോഴും അവർ ആചാരം വിട്ടില്ല. പരമ്പരാഗതമായി കാണുമ്പൊങ്കൽ ദിനത്തിൽ അവർ ഈ പ്രദേശത്തേക്ക് വരികയും ആനകൾക്ക് ഈ കലത്തിൽ നിവേദിക്കുന്ന പൊങ്കലിനൊപ്പം കരിമ്പും വാഴപ്പഴവും അവരുടെ കൃഷിയിടത്തിൽ വിളഞ്ഞ സാധനങ്ങളെല്ലാം, ആനകൾക്ക് ഇഷ്ടമുള്ള എല്ലാ ഭക്ഷണ സാധനങ്ങളെല്ലാം തന്നെ ആനകൾക്ക് നൽകും. ഇപ്പോൾ നിലവിൽ 26 ആനകളാണ് കോഴിക്കാമുത്തി ആനക്യാമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആനകളുമായിട്ടുള്ള അവരുടെ പൂർവികർ നിലനിർത്തുന്ന ഒരു ബന്ധം അതിപ്പോഴും കോഴിക്കാമുത്തി പ്രദേശത്തെ ആദിവാസികൾ തുടരുന്നു. അതിന്റെ ഭാഗമായാണ് ഈ ആനപ്പൊങ്കൽ ഉത്സവം. ആനകൾക്ക് ഹാരാർപ്പണം നടത്തുക, അവർക്ക് വേണ്ട ഭക്ഷണം നൽകുക, അത്തരത്തിലൊരു ഉത്സവം പ്രതീതി തന്നെയാണ് ആനപ്പൊങ്കൽ ദിനത്തിൽ ഈ കോഴിക്കാമുത്തി ആനക്യാമ്പിൽ നടക്കുന്നത്. സേതു.